സൂര്യൻ്റെ ആദ്യത്തെ കിരണം മുറ്റത്ത് വീണു. മഞ്ഞുതുള്ളികൾ വജ്രം പോലെ മിന്നുന്നു. താര പതിവ് പോലെ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മേ, എൻ്റെ സമയം വൈകി, ഇന്നും താമസിക്കുമെന്നാ തോന്നണേ, താര അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഇന്നും കുറുപ്പ് മാഷിൻ്റെ വായിന്ന് നല്ലോണം കേൾക്കാം. അല്ലെങ്കിൽ തന്നെ എത്രയാണെന്ന് കരുതിയാ ഒരാൾക്ക് ഇത്രയും താമസിച്ചല്ല അനുവദിക്കുക, താര ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നീ ഇവിടെ കിടന്ന് അലച്ചു കൂവണ്ട, താരയുടെ അമ്മ ഗൗരി തൊടിയിൽ നിന്നും കയറി വന്ന് പറഞ്ഞു. നീ എന്തിനാ മോളെ ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്? നിനക്ക് അറിഞ്ഞൂടെ? അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റാഞ്ഞിട്ടല്ലേ? അച്ഛൻ്റെ കാര്യം അറിയാലോ നിനക്ക്. എല്ലാം അറിഞ്ഞിട്ടും നീ ഇങ്ങനെ പറയുന്നത് ശരിയല്ല മോളെ. ഗൗരി അതും പറഞ്ഞ് ശങ്കരൻ്റെ അടുത്തേക്ക് പോയി. ശങ്കരന് ഒരു സ്ട്രോക്ക് വന്ന് ശരീരമാസകലം തളർന്നു പോയതാണ്. എണീറ്റു നടക്കുന്ന കാര്യത്തിൽ ഡോക്ടർമാർ വലിയ ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. താരയുടെ മനസ്സിലേക്ക് ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. താര അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് നടന്നു. തോടിൻ്റെ ഇടനാഴിയിലൂടെ അവളുടെ കാലിൻ്റെ പാദസരങ്ങളുടെ ശബ്ദം അവിടെ എങ്ങും മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. അങ്ങ് അകലെയായി പുഴയോരത്ത് കൃഷ്ണേട്ടൻ തോണിയുമായി കാത്തു നിൽപ്പുണ്ട്. എന്താ താരമോളെ, ഇന്നും വൈകിയോ? കൃഷ്ണേട്ടൻ താഴ്മയോട് ചോദിച്ചു. എന്ത് പറയാനാ കൃഷ്ണേട്ടാ, എല്ലാം ഒരുക്കി വരുമ്പോഴേക്കും വൈകും. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാത്തിനും കൂടി നേരെയില്ലല്ലോ. സാരമില്ല മോളെ, എല്ലാം ശരിയാകും. അങ്ങ് അകലെ നിന്ന് ഓടിക്കിരിച്ചു വരുന്ന താരയെ നോക്കി സ്കൂൾ വരാന്തയിൽ നോക്കി നിൽക്കുന്ന കുറുപ്പ് മാഷ്. ഇന്നും വൈകി അല്ലേ? എന്താ താര ഇത്? കുട്ടികളെല്ലാം നേരത്തെ വന്നിട്ടും അവരുടെ അധ്യാപിക ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ അത് എങ്ങനെ ശരിയാകും? താര വിഷമത്തോടെ തല കുനിച്ചു നിന്നു. ഇനി ഇത് ആവർത്തിക്കല്ലേ, പോയിക്കൊള്ളുക. താര മൗനമായി ടീച്ചേഴ്സ് റൂമിലേക്ക് നടന്നു. വനജ ടീച്ചർ. എന്താ താര ടീച്ചറെ, ഇന്നും കുറുപ്പ് മാഷ് വല്ലതും പറഞ്ഞോ? മാഷിൻ്റെ സ്വഭാവം താര ടീച്ചറിന് അറിയില്ലേ? പോട്ടെ, സാരമില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. താര ക്ലാസ് റൂമിന് മുന്നിൽ വന്നപ്പോഴേക്കും കുട്ടികളുടെ ബഹളവും അട്ടഹാസവും എല്ലാം താരയെ ഒന്നുകൂടി ചൊടിപ്പിച്ചു. താര പെട്ടെന്ന് ദേഷ്യത്തോടെ കുട്ടികളോട് പറഞ്ഞു, ഒന്നും നിർത്തുന്നുണ്ടോ? താരയുടെ ദൃഢമായ ശബ്ദം കേട്ടതും കുട്ടികളെല്ലാം ഒരു ഞെട്ടിലോടെ പെട്ടെന്ന് അവരുടേതായ സ്ഥലങ്ങളിൽ നിലമുറപ്പിച്ചു. താര പഠിപ്പിക്കുവാനായി പുസ്തകം തുറന്നതും വരാന്തയിലൂടെ ഓടിക്കിതച്ച് തൻ്റെ ക്ലാസ് റൂമിലേക്ക് വരുന്ന ബാല്യകാല സുഹൃത്ത് വരുണിനെ കണ്ട് താര ഒന്ന് ഞെട്ടി. എന്താ വരുൺ, എന്താ, എന്തു പറ്റി? അത് പിന്നെ എന്താ വരുൺ? താര ചോദിച്ചു. വരുണിന് പുറകിലായി കുറുപ്പ് മാഷും വനജ ടീച്ചറും കൃഷ്ണൻകുട്ടി മാഷും നിൽപ്പുണ്ട്. താരയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതി പടർന്നു. എന്താ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കണേ? അച്ഛന് എന്തെങ്കിലും പറ്റിയോ? പതുങ്ങിയ സ്വരത്തിൽ വരുൺ പറഞ്ഞു. അത് പിന്നെ അച്ഛൻ പോയി. താര ഒരു നെടുവീർപ്പോടെ അത് കേട്ടു നിന്നു. താരയുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ തൻ്റെ കയ്യിലിരുന്ന പുസ്തകത്താളിലേക്ക് വീണു. അവൾ ഉറക്കം നിലവിളിച്ചു, അച്ഛാ. താരയും കുറുപ്പ് മാഷും വനജ ടീച്ചറും എല്ലാവരും താരയുടെ വീട്ടിലേക്ക് ചെന്നു. ഉമ്മറപ്പടിയിൽ വെള്ളത്തുണി മൂടിയ അച്ഛൻ. കാലുകൾ രണ്ടും ഒരുമിച്ചും വിരലുകൾ പിടിച്ചും കെട്ടി വെച്ചിട്ടുണ്ട്. താരയ്ക്ക് ഒന്നും പറയാനോ കരയാനോ പറ്റാതെ അച്ഛൻ്റെ കാൽക്കീഴിൽ തല കുനിച്ചു കിടന്നു. ജീവിച്ചിരിക്കുമ്പോൾ എത്ര സ്നേഹത്തോടെ ആ വിരലുകൾ കൊണ്ട് എൻ്റെ തലയെ തടവി തന്നതാ. ഇന്ന് ആ വിരലുകൾ തണുത്തു മരവിച്ചു കിടക്കുന്നു. താരയ്ക്ക് താങ്ങാവുന്നതിലും അധികം ദുഃഖം അണപൊട്ടി. അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെയും നടത്തിയത് അച്ഛൻ്റെ അനിയൻ ഭാർഗവൻ അമ്മാവനാണ്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആളുകൾ പതിയെ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. താരയും അമ്മയും ബാക്കിയായി. തൻ്റെ ജനാലക്കീഴിലൂടെ താര അച്ഛൻ്റെ ചിതയിലേക്ക് വിങ്ങലോടെ നോക്കി നിന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം താര വീണ്ടും സ്കൂളിലേക്ക് കടന്നുപോയി. തോടിൻ്റെ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു പിടിച്ചിലുണ്ടായിരുന്നു. ഇനി ഞാനും അമ്മയും എന്തു ചെയ്യും? ഭാർഗവൻ അമ്മാവൻ ഇനി എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. അത്രയ്ക്ക് സ്വത്തിനോട് ആർത്തിയുണ്ട് അമ്മാവന്. എങ്ങനെയെങ്കിലും ഒരു വീട് തരപ്പെടുത്താൻ വരുണിനോട് പറയണം. അവൻ അവധിക്ക് നാട്ടിൽ വന്നതുകൊണ്ട് സഹായത്തിന് അവനെ ആശ്രയിക്കാം. ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് അവനുണ്ടല്ലോ എന്ന സമാധാനത്തോടെ നടന്നു തുടങ്ങി. വഴിയിൽ പലരും അവൾക്ക് മുന്നും പിന്നും നടന്നു. അവരെ ആരെയും വകവയ്ക്കാതെ താര തൻ്റെ ആലോചനയിൽ മുഴുകി നടന്നു. പതിവ് പോലെ പുഴയോരത്ത് തോണിയും കാത്തു നിന്നു.
ഇത്രയും നേരമായിട്ട് കൃഷ്ണേട്ടനും തോണിയും കാണുന്നില്ലല്ലോ. എന്തു പറ്റി കാണും? താര ചായക്കട നടത്തുന്ന പപ്പുവേട്ടനോട് തിരക്കി. പപ്പുവേട്ടൻ്റെ വാക്കുകൾക്കിടയിൽ വിള്ളലുകൾ വീണു. അങ്ങ് അകലെയായി ഒരു കുവിളി കേൾക്കാം. തോണിയുമായി കൃഷ്ണേട്ടൻ്റെ മകൻ മനുവാണ് വരുന്നത്. കുഞ്ഞുനാൾ കളിക്കൂട്ടുകാരായിരുന്നു താരയും മനുവും. പിന്നീട് അവർ ഇവിടെ നിന്ന് പട്ടണത്തിലേക്ക് താമസം മാറിപ്പോയി. കൃഷ്ണേട്ടൻ തിരിച്ചു വന്നുവെങ്കിലും മനുവും അമ്മയും പട്ടണത്തിൽ തന്നെയാണ് താമസം. കൃഷ്ണേട്ടന് വയ്യാഞ്ഞിട്ട് വന്നതാണ്. തോണി അടുത്തു വന്നു. താര തോണിയിലേക്ക് കാലെടുത്ത് വെച്ചതും കാറ്റിൻ്റെ ശക്തിയാൽ തോണി ആടിയുലഞ്ഞു. പേടിക്കേണ്ട ടീച്ചറെ, നിങ്ങൾ വീഴത്തില്ല. താര ബാഗും ഡയറിയും ചേർത്ത് പിടിച്ച് തോണിയിൽ കയറി. അപ്പോഴേക്കും മഴത്തുള്ളികൾ തോണിയിലും വെള്ളത്തിലും ചിന്നിച്ചിതറി. മനു രണ്ടു കൈയും കൊണ്ട് തുഴ അമർത്തിപ്പിടിച്ചു. വെള്ളത്തിലേക്ക് താഴ്ത്തി. തോണി ഒന്ന് ഇളകി. പിന്നെയും മുൻപോട്ട് നീങ്ങി. വെള്ളത്തെ വകഞ്ഞു മാറ്റി വെള്ളത്തിൻ്റെ ഓളങ്ങളിൽ തോണി ആടി ഉലഞ്ഞു നീങ്ങി. താര മനുവിനോട് ചോദിച്ചു, എന്നാ നാട്ടിലേക്ക് വന്നത്? കൃഷ്ണേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പപ്പുവേട്ടൻ പറഞ്ഞ വിവരങ്ങൾ അറിഞ്ഞത്. ഓ, കുഴപ്പമൊന്നുമില്ല ടീച്ചറെ. അച്ഛൻ ഇപ്പോൾ ഭേദമായിട്ടുണ്ട്. ഞാൻ വന്നിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. നടുകടവ് എത്തിയപ്പോൾ കാറ്റ് ആഞ്ഞടിച്ചു. തോണി ഒന്ന് ആടി ഉലഞ്ഞു. താര പേടികൊണ്ട് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മനു, പേടി വേണ്ട ടീച്ചറെ. ഈ കടവ് ഞാൻ കണ്ണടച്ചു തുഴയും. നിങ്ങൾ വീഴത്തില്ല. അക്കരെ എത്തിയപ്പോൾ താര മനുവിനോട് പറഞ്ഞു, കൃഷ്ണേട്ടനെ തിരക്കിയതായി പറയണം. ഞാൻ കൃഷ്ണേട്ടനെ കാണാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാം. ശരി ടീച്ചറെ, എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ. സ്കൂൾ വിട്ടു വരുന്ന വഴി നല്ല മഴ. റോഡ് മുഴുവൻ വെള്ളം. താര ടീച്ചർ ആകെ നനഞ്ഞിരുന്നു. ബാഗും ഡയറിയും നെഞ്ചോട് ചേർത്ത് വെച്ച് താര റോഡിലേക്ക് ഇറങ്ങി. നല്ല മഴ ആയതുകൊണ്ട് തന്നെ കടവിൽ തോണി കാണില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ചുറ്റിക്കറങ്ങിയാണെങ്കിലും റോഡിലൂടെ വേണം പോകുവാൻ. ഇരുട്ട് വന്നു മൂടി. താരയുടെ മനസ്സിൽ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള ആവലാതി ഉള്ളിൽ ഭയം പരത്തി. എത്രയും വേഗം വീട്ടിലെത്തണം എന്നുള്ള ധൃതിയിൽ താര അതിവേഗം നടന്നു. റോഡിൽ ശക്തമായ മഴ പെയ്യുകയായിരുന്നു. മഴത്തുള്ളികൾ കണ്ണിൽ പതിയുമ്പോഴും റോഡ് മുറിച്ചു കടക്കാൻ താര ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങി. അപ്പോഴായിരുന്നു എവിടെയോ നിന്ന് അതിവേഗത്തിൽ വന്ന ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് അവളുടെ മേൽ പതിഞ്ഞത്. ഒന്നും മനസ്സിലാക്കും മുമ്പ് ബൈക്ക് താരയെ ഇടിച്ചിട്ടു. ഇടിയുടെ ആഘാതത്തിൽ അവൾ നനഞ്ഞ റോഡിലേക്ക് തെറിച്ചു വീണു. ചുറ്റുമുണ്ടായിരുന്നവർ ഭയന്ന് ഓടിയെത്തി. അയ്യോ, ആരെങ്കിലും ആംബുലൻസ് വിളിക്കൂ എന്ന് ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. താരയുടെ നെറ്റിയിൽ നിന്ന് രക്തം മഴവെള്ളവുമായി കലർന്ന് ഒഴുകി. കണ്ണുകൾ പതുക്കെ അടയുമ്പോൾ മങ്ങലായ ഒരു രൂപം അവളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത് അവൾ കണ്ടു. ടീച്ചറേ, കണ്ണു തുറക്കൂ. ആ ശബ്ദത്തിൽ ഭയവും വേദനയും കലർന്നിരുന്നു. മഴയുടെ ഗർജനത്തിൽ താര ബോധം കെട്ട് അവൻ്റെ കൈകളിൽ വീണു. താര, എന്നെ കേൾക്കുന്നുണ്ടോ? അവൻ അവളെ സൂക്ഷ്മമായി ഉയർത്താൻ ശ്രമിച്ചു. ശബ്ദം വരച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ പാതി തുറന്ന നിലയിലായിരുന്നു. മഴവെള്ളം മുഖത്ത് ഒഴുകുമ്പോഴും അവൾ അവനെ തിരിച്ചറിയുന്നത് പോലെ തോന്നി. പക്ഷേ മറുപടി പറയാൻ അവൾക്ക് ശക്തിയില്ലായിരുന്നു. പ്ലീസ്, ഇങ്ങനെ പേടിപ്പിക്കരുത്, അവൻ അവളെ കൈകളിൽ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ദൂരത്ത് നിന്ന് സൈറൻ ശബ്ദം കേൾക്കാൻ തുടങ്ങി. മഴ കനക്കുന്നതിനൊപ്പം റോഡിൽ എല്ലാവരുടെയും ശ്വാസം പിടഞ്ഞു നിന്ന നിമിഷം. ആംബുലൻസിൻ്റെ സൈറൻ ശബ്ദം മഴയുടെ ഇടയിലൂടെ കൂടുതൽ അടുത്തു കേട്ടു. ചുറ്റുമുണ്ടായിരുന്നവർ വേഗത്തിൽ വഴി തുറന്നു കൊടുത്തു. മെഡിക്കൽ സ്റ്റാഫ് ഓടി വന്ന് താരയെ സ്ട്രെച്ചറിൽ കിടത്താൻ തുടങ്ങി. അവൾ കണ്ണുകൾ പാതി തുറന്ന് അവനെ വീണ്ടും നോക്കി. മഴവെള്ളം മുഖത്തൊഴുകുമ്പോഴും അവളുടെ ചുണ്ടുകൾ അല്പം ചലിച്ചു. ഭയപ്പെടേണ്ട എന്നൊരു ചെറു ശബ്ദം പോലെ തോന്നി. അവൻ അവളുടെ കൈ വിട്ടില്ല. ഞാൻ കൂടെയുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആംബുലൻസിൻ്റെ ഡോറിന് പുറകെ ഓടി. പക്ഷേ സ്റ്റാഫ് അവനെ തടഞ്ഞു. ആംബുലൻസ് വേഗത്തിൽ നീങ്ങിപ്പോയപ്പോൾ അവൻ മഴയിൽ തന്നെ നിശ്ചലമായി നിന്നു. റോഡിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞത് പേടിയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. മഴയിൽ കുതിർന്ന റോഡിലൂടെ അവൻ വേഗത്തിൽ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ഇരുണ്ട റോഡിൽ പിളർന്നു പോയ പോലെ മുന്നോട്ട് നീങ്ങി. ആശുപത്രി എത്തുമ്പോൾ അവൻ്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. താര എവിടെ എന്ന് അവൻ ഉണർവോടെ ചോദിച്ചു. റിസപ്ഷനിൽ നിന്നുള്ള സ്റ്റാഫ് വേഗത്തിൽ പറഞ്ഞു, എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവനൊന്നും കാത്തു നിൽക്കാതെ ഓടി. എമർജൻസി റൂമിന് പുറത്തുള്ള വെളുത്ത ലൈറ്റുകൾ അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. അകത്തുനിന്ന് ഡോക്ടർമാരുടെ തിരക്കുള്ള ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു.
പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് പ്രഷർ താഴുകയാണ്. അവൻ വാതിലിന് പുറത്തുനിന്ന് കൈകൾ കൂട്ടിപ്പിടിച്ചു. മഴയിൽ നനഞ്ഞ വസ്ത്രം ഇപ്പോഴും ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. ഓരോ സെക്കൻഡും വർഷം പോലെ തോന്നി. കുറച്ചു സമയത്തിന് ശേഷം ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. അവൻ്റെ മുഖം കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം നിന്നു. പിന്നീട് അവനോട് പറഞ്ഞു, ഇപ്പോൾ സ്റ്റേബിളാണ്, പക്ഷേ അപകടം പൂർണ്ണമായി മാറിയിട്ടില്ല, നിരീക്ഷണത്തിലാണ്. അവൻ ഒരു ദീർഘശ്വാസം വിട്ടു. കണ്ണുകളിൽ ആശ്വാസവും പേടിയും ഒരുമിച്ച് നിറഞ്ഞു. ഞാനൊന്ന് കയറി കണ്ടോട്ടെ എന്ന് അവൻ ചോദിച്ചു. ഇപ്പോൾ കഴിയില്ല, ICUവിലാണ്, നേഴ്സ് മൃദുവായി പറഞ്ഞു. അടുത്ത ദിവസം ICUവിൽ കുറച്ച് സമയം കാണാൻ അനുവാദം ലഭിച്ചു. ഗ്ലാസ് വാതിലിനകത്ത് കിടക്കുന്ന താരയെ കണ്ടപ്പോൾ മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മുഖത്തെ പാടുകൾ, കയ്യിൽ കണക്ഷൻ ട്യൂബുകൾ. അവൻ നിശബ്ദമായി കൈകൾ ചേർത്ത് പ്രാർത്ഥിച്ചു. താര, നീ എഴുന്നേൽക്കണം, ഞാൻ കാരണം നീ ഇങ്ങനെ ആയതല്ലേ, അവൻ മനസ്സിൽ പറഞ്ഞു. താരയുടെ അമ്മയും ICUവിന് മുന്നിൽ കാത്തു നിൽക്കുന്നു. അവസാനം 3-ാം ദിവസം ചെറിയൊരു അത്ഭുതം പോലെ താരയുടെ വിരലുകൾ ഒന്ന് അനങ്ങി. കൺപീലികൾ ചെറുതായി വിടർന്നു. പതിയെ പതിയെ ഒരു ചെറിയ വെട്ടം കണ്ണിൽ തട്ടുമ്പോൾ താരയുടെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കുവാനായി ശ്രമിച്ചു. താര കണ്ണ് പതിയെ തുറന്നു. മങ്ങിയ വെളിച്ചം മുറിയിലാകെ പടർന്നു കിടക്കുന്നു. തലയിൽ ഒരു ഭാരം പോലെ തോന്നി. അവൾ ചുറ്റും നോക്കി. അറിയാത്ത ഒരു മുറി, വെള്ള നിറത്തിലുള്ള ചുവരുകൾ, ഒരു ചെറിയ ജനൽ, പുറത്തു മഴ പെയ്യുന്ന ശബ്ദം. ഞാൻ എവിടെയാണ്? അവൾ മൃദുവായി ചോദിച്ചു. ഓർമ്മകൾ ഓരോന്നായി മടങ്ങിയെത്താൻ തുടങ്ങി. റോഡിൽ വീണത്, ആരോ സഹായത്തിന് വിളിച്ചത്, പിന്നെയെല്ലാം ഇരുട്ട്. അല്പനേരത്തിന് ശേഷം വാതിൽ പതിയെ തുറന്ന് ഒരു നേഴ്സ് അകത്തേക്ക് കടന്നു.